അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് ആരുടെയും അതിയായ ആഗ്രഹങ്ങളിലൊന്നാണ്. മനുഷ്യരിലധികവും അവരുടെ അധ്വാനത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും സിംഹഭാഗവും ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ദീർഘകാലം പ്രവാസികളായി കഴിഞ്ഞുകൂടുന്നവരും പാടത്തും പറമ്പത്തും കഷ്ടപ്പെടുന്നവരും മലകളിലും മലയോരങ്ങളിലും ചെന്ന് കഠിനാധ്വാനം ചെയ്യുന്നവരും മഴയും വെയിലും ഒരു പ്രശ്നമാക്കാതെ വിയർപ്പൊഴിക്കുന്നവരുമൊക്കെ ഒരു വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. വീടില്ലാത്ത ആയിരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് വീടുള്ള നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുക. വീട് സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് എന്നാണ് ഇസ്ലാമിക അധ്യാപനം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന. അള്ളാഹു നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷദായകങ്ങൾ എണ്ണിയപ്പോൾ അതിലേറ്റവും സുപ്രധാനമായി എണ്ണിയത് വീടാണ്. ആ വീട് വലിയ അനുഗ്രഹമാകുമ്പോൾ തന്നെ ഏതനുഗ്രഹവും അനുഗ്രഹത്തോടൊപ്പം തന്നെ അത് പരീക്ഷണവുമാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന് പറയുമ്പോൾ ആ ഔദാര്യം ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന പരീക്ഷണമാണ് ഓരോ അനുഗ്രഹങ്ങളും. ഇസ്ലാമികമായി വിശ്വാസിക്ക് ഒരു ഭവനം ലഭിക്കുമ്പോൾ ആ ഭവനത്തെ പൂർണ്ണമായും ഇസ്ലാമിക ഭവനമാക്കുക എന്നതാണ് ആ വീടാകുന്ന അനുഗ്രഹത്തിന് അവന് കാണിക്കാനുള്ള നന്ദി. അവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വീട് നല്ല അയൽവാസികളുള്ള നല്ല സ്ഥലത്ത് വീട് വെക്കുക എന്നതും പൂർണ്ണമായും ഹലാലായ സമ്പാദ്യത്തിലൂടെ വീടുണ്ടാക്കുക എന്നതും വീടുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകളിൽ നിന്നും അനാചാരങ്ങളിലുമൊക്കെ ഒഴിവായി നിൽക്കുക എന്നതുമൊക്കെ വിശ്വാസി അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ വീട്ടിൽ നാം പാലിക്കേണ്ട ചില ഇസ്ലാമികമായ മര്യാദകളുണ്ട്. ഒന്നാമതായി പ്രാർത്ഥനകളും ദിക്റുകളും ഉണ്ടാവുക എന്ന്. ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനോട് നീ മറ്റുള്ളവരുടെ തിന്മയിൽ നിന്ന് തടയപ്പെട്ടിരിക്കുന്നു, നീ സംരക്ഷിക്കപ്പെട്ടു, നീ സന്മാർഗം പ്രാപിച്ചു എന്ന് പറയപ്പെടുമെന്നും പിശാജ് അവനിൽ നിന്ന് ഓടിയകലുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. രണ്ടാമതായി കൊണ്ട് വീടകങ്ങളിൽ സലാം അധികരിപ്പിക്കുക എന്നാണ്. ആരെങ്കിലും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ സലാം പറഞ്ഞുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ട് എന്ത് കർമ്മമാണ് ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ഉമ്മ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്യാറുള്ളത് ബിസ്സിവാക്ക്, പല്ല് തേക്കലായിരുന്നു ആദ്യം ചെയ്യാറുള്ളത് എന്നാണ്. നാലാമതായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉയർന്നു കേൾക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞല്ലോ, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടകങ്ങളെ ഭവനങ്ങൾ ഒരിക്കലും മഖബറുകളായി ശ്മശാനതുല്യമാക്കി തീർക്കരുത്. കാരണം ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി, സൂറത്തുൽ ബഖറ. പിശാജ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ഓടിയകലുമെന്നാണ്. നമ്മുടെ വീടുകളിൽ നിർബന്ധമായും പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി കൊണ്ട് ദിക്റുകൾ പൂർണ്ണമായും പതിവാക്കേണ്ടതുണ്ട്. മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ഒരു വീട്ടിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ള വീടും ദിക്റില്ലാത്ത വീടും പ്രവാചകൻ പറഞ്ഞു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ പറ്റി സ്മരണയുള്ള വീട് അത് ജീവസുറ്റ വീടാണ്, അതില്ലാത്ത വീട് മരിച്ചതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടകങ്ങളിൽ ദിക്റുകളുണ്ടായിരിക്കണം. ആറാമതായി കൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രവാചകനോട് സ്വഹാബത്തിൽ ഒരാൾ പരാതി പറഞ്ഞല്ലോ, ഇന്ന നഅ്കുലു വലാ നശ്ബഅ, പ്രവാചകരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ വിശപ്പടങ്ങുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കണം, അതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകുമെന്ന് പറഞ്ഞു. ഏഴാമതായി കൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ വീടകങ്ങളിലാക്കണം. ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ വീടകങ്ങളിൽ നിസ്കരിക്കാൻ പറഞ്ഞു. ഇജ്അലു മിൻ സ്വലാത്തിക്കും ഫീ ബുയൂത്തിക്കും വലാ തത്തഖിദുഹാ ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിൽ നിസ്കരിക്കണം, അതിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വീടകങ്ങളിലാക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് പറഞ്ഞു. എട്ടാമതായി കൊണ്ട് ഹറാമുകളിൽ നിന്ന് ഒഴിവായ
തിന്മകളിൽ നിന്ന് മുക്തമായ വീടായിരിക്കണം നമ്മുടെ വീട്. പുകവലിയും സംഗീതവും സിനിമയും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വീടാക്കാൻ നാം പരിശ്രമിക്കുക. ഒൻപതായി കൊണ്ട് ഇസ്ലാമിക ബോധമുള്ള ഇണകളെയും മക്കളെയും വാർത്തെടുക്കാൻ നമ്മുടെ വീട്ടിൽ നാം പരിശ്രമിക്കണം. 10ാമതായി കൊണ്ട് നമ്മുടെ വീടിനെ മതപഠന കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വീടാകുന്ന മഹത്തായ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാൻ നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.